നമസ്കാരം. നമസ്കാരം. ഞാൻ കിരൺ സരിക. ഞാൻ അനുലക്ഷ്മി. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കിട്ടിയതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഷൂട്ടിങ് ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ അടിപൊളി സംഭവം. ഒരു സീരിയസ് ഒക്കെ ആയിട്ടുള്ള ഒരു കുടുംബ പരമ്പരയാണെങ്കിലും നമ്മുടെ ലൊക്കേഷൻ വൻ കോമഡിയാണ്. കോമഡി എന്ന് വെച്ചാൽ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കോനാപ്പിച്ചാണ് ചിരിപ്പിക്കുക, മറ്റുള്ള ആർട്ടിസ്റ്റുകളെ ഡയറക്ടറെ ചീത്ത വിളിപ്പിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പരിപാടികൾ. നിങ്ങൾ രണ്ടുപേരും നെഗറ്റീവ് ക്യാരക്ടറാണ്. നിങ്ങൾ രണ്ടുപേരും നെഗറ്റീവ് ക്യാരക്ടർ. അപ്പം നിങ്ങൾ ഈ പൊതുപരിപാടികളിലൊക്കെ വെളിയിൽ പോയി പങ്കെടുക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഈ നിങ്ങളെ സീരിയൽ കാണുന്ന പ്രേക്ഷകരുടെ എങ്ങനെയാണ് നിങ്ങളോടുള്ള സമീപനം എങ്ങനെയാണ്? സമീപനം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു 90% ഓഡിയൻസും നമ്മളെ ക്യാരക്ടറായിട്ട് തന്നെയാണ് കാണുന്നത്. മനസ്സിലായി? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് എന്നാലും കൂടിപ്പോയി, അച്ഛനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ക്വൈറ്റ് നാച്ചുറൽ, സ്വാഭാവികമാണ്. പിന്നെ കുറച്ച് പേര് ഇത് നമ്മളെ അല്ലാതെ എങ്ങനെ നമ്മളെ രീതിയിൽ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അക്സെപ്റ്റ് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ അവരൊന്നും മോശമായിട്ടൊന്നും പറയില്ല, അവർക്കും അറിയാം. പക്ഷെ കൂടുതലും അവർ നമ്മളെ കഥാപാത്രമായിട്ട് തന്നെയാണ് കാണുന്നത്. കൂടുതലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. വിനായകനും നന്ദിനിയും അങ്ങനെ തന്നെയാണ്. കുശുംബി, കുറുമ്പി അങ്ങനെയൊക്കെ എന്നെ വിളിക്കുന്നത്. ഞാൻ കള്ളൻ, ചതിയെ. ഇതിൽ കൂടുതലായിട്ടും ഈ ചെറുപ്പക്കാർക്ക് വലിയ പ്രശ്നം വരില്ല. ഒരു 50 വയസ്സ് കഴിഞ്ഞ വ്യക്തികളൊക്കെയാണ് ഇത് കൂടുതലായിട്ട്. അവിടെയാണ് ചേട്ടന് തെറ്റിയത്. കാരണം നമ്മുടെ സീരിയല് ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ട്. അതെ, ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. കാരണം നമ്മളെ കണ്ടിട്ട് തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത് വന്നിട്ട് അമ്പലങ്ങളിലൊക്കെ പോകുമ്പം പയ്യന്മാരൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, ചേച്ചി നന്നായിട്ട് സീരിയലൊക്കെ പോകുന്നുണ്ട്, ഞങ്ങൾ കാണാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഈ സീരിയൽ കുറച്ച് ആക്ഷൻ പാക്ഡ് കൂടെയാണ്. അതിൻ്റെതായ ഒരു കുറച്ച് ചെറുപ്പക്കാരുടെ കുറച്ച് ഇൻഫ്ലുവൻസ് ഈ സീരിയലുണ്ട്. ഞാൻ ചോദിച്ചത് അതല്ല. ഇതിപ്പം നിങ്ങളെ ഈ വന്നിട്ട് കുശുംബി എങ്ങനെയൊക്കെ വിളിക്കുന്നത് കൂടുതലും ഈ 50 വയസ്സിന് മുകളിലോട്ടുള്ള അമ്മമാര് ആയിരിക്കും കൂടുതലും അല്ലേ? അതെ, 50 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള അമ്മമാർ മാത്രമല്ല, ചേച്ചിമാരും എല്ലാവരും അത് തന്നെ വിളിക്കുന്നത്. പിന്നെ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം കുശുംബി എന്നല്ല എല്ലാവരും വിളിക്കുക, കുറുമ്പി എന്നാണ് വിളിക്കുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വിളിക്കുന്നത്. അങ്ങനത്തെ നമ്മളൊരു കഥാപാത്രം നമ്മൾ ചെയ്ത് അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും, ഇപ്പോൾ പോസിറ്റീവ് കഥാപാത്രം ചെയ്താൽ ഓക്കെ, പോസിറ്റീവ് സൈഡ്. ഇപ്പോൾ നെഗറ്റീവ് കഥാപാത്രം നമ്മൾ ചെയ്ത് വിജയിപ്പിക്കുന്നത് കൊണ്ടാണല്ലോ ജനത്തിന് നമ്മളോടൊരു ഇറിറ്റേഷനും ഒരു വെറുപ്പൊക്കെ തോന്നുന്നത്. അതിനകത്ത് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നുമെങ്കിലും അത് നമ്മൾ അഭിനയിച്ച് ഫലിപ്പിച്ചത് കൊണ്ടാണല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു സുഖവും ഒരു സന്തോഷവും. ഞങ്ങളുടെ അഭിനയം അത്ര കെങ്കേമമാണ് എന്നുള്ളതിൽ ഒരഭിമാനമുണ്ട്. ചേട്ടാ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പം ഇത്രയും വലിയ ഏഷ്യാനെറ്റിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് പവിത്ര. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആരാണ്? സ്ക്രിപ്റ്റ് റൈറ്റർ ഗിരീഷ് ചേട്ടനാണ്. അതായത് നമ്മുടെ ഗദ്ദാമ സിനിമ ഒക്കെ ചെയ്തതാണ് അദ്ദേഹമാണ് ഏഷ്യാനെറ്റിൻ്റെ മറ്റൊരു സീരിയൽ കാറ്റത്തെ കിളിക്കൂട്, രണ്ടും അദ്ദേഹം തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, 2 സീരിയൽ. അത് ഒരു സീരിയൽ 1 to 15 ഷൂട്ടും ഒരു സീരിയൽ 15 to 30 ഷൂട്ടും. അപ്പോൾ ഈ ഇദ്ദേഹം ഇത്രയും എപ്പിസോഡുകൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. 2 സീരിയലും ഹൈ റേറ്റിംഗിൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ ടാലൻറ്റ് നമ്മളൊന്ന് ആലോചിക്കും. അത് സംബന്ധിച്ചുള്ള ഒരു സല്യൂട്ട് സാറിന്. ഡയറക്ടർ സുനിൽ കാര്യാട്ടുകര. അദ്ദേഹം ഒരുപാട് വലിയ സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടർ. ഉദയനാണ് താരം, ഐഡന്റിറ്റി അല്ലേ, അതുപോലുള്ള ഒരുപാട് സിനിമകളുടെ ഓർമ്മയിൽ അത് മാത്രമേ വരുന്നുള്ളൂ. ഒരുപാട് സിനിമകൾ, ഹിറ്റ് സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടർ. പകിട, ആസിഫ് അലി, പുള്ളി ഡയറക്ട് ചെയ്ത അദ്ദേഹമാണ് നമ്മുടെ ഡയറക്ടർ. ഒരു സിനിമ മൂഡിലൊക്കെയാണ് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നത്. ലൊക്കേഷൻ വരുന്നത് വിഴിഞ്ഞം മരപ്പാലം എന്നുള്ള സ്ഥലത്താണ്. കൂടുതൽ പറയാനാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയാനാണെങ്കിൽ നമ്മുടെ ആഴിമല ക്ഷേത്രത്തിന്റെ ഏകദേശം അടുത്തായിട്ട് വരും. കാര്യം 2 വീട് അടുത്തടുത്ത് തന്നെയാണ്. ഞങ്ങളുടെ വീടും മറ്റേ വേദ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ വീടും അപ്പുറം ഇപ്പുറം. അപ്പോൾ ഈ ഷിഫ്റ്റൊക്കെ എളുപ്പമാണ്. അതിനുവേണ്ടി അവരവിടെ തന്നെ എളുപ്പമാണ്. അതുകൊണ്ട് സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ട്. ഉണ്ട്. നിങ്ങളുടെ ടീം പഴയ ടീം തന്നെയാണ്? തങ്കച്ചൻ, നമ്മുടെ തങ്കച്ചൻ വിതുര, ഞാൻ, നമ്മുടെ മായ, അങ്ങനെ ഒരു ഗാനമേള ട്രൂപ്പും ഒക്കെ വെച്ചിട്ടൊരു ഷോ. ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നത്? എങ്ങനെയാണ് അത്? സത്യം പറഞ്ഞാൽ നമുക്ക് ഡയറക്ടറൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് നൈറ്റ് ഉണ്ടില്ല എന്ന് പറഞ്ഞാൽ പുള്ളി നമ്മുടെ സീനൊക്കെ ഒരു 5 മണിയോടുകൂടി തീർത്ത് തന്നിട്ട് നമ്മളെ ഫ്രീ ആക്കി വിടും. അതൊക്കെ പുള്ളി വളരെ കോർപ്പറേറ്റീവാണ്. അതുപോലെ റൈറ്റർ അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം അത് അനുസരിച്ച് സീനെ ക്രിയേറ്റ് ചെയ്ത്
എല്ലാം ചെയ്തു തരാറുണ്ട്. പ്രൊഡ്യൂസർ സൈഡിൽ നിന്നും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ചേട്ടൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ കണ്ടിരുന്നു. ഈ അമൃത ടിവിയിൽ അമ്പിളിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പിളിക്കുട്ടൻ, ഈ അമ്പിളിക്കുട്ടിൽ നിന്ന് പെട്ടെന്ന് ഈ വിനായകനിലോട്ട് എങ്ങനെ മാറിയെടുക്കും? അത് എപ്പോഴും പ്രശ്നമാണ്. ചിലപ്പോൾ നമ്മൾ ഈ അമ്പിളിക്കുട്ടൻ ചെയ്തിട്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ എറണാകുളത്ത് നിന്ന് പെട്ടെന്ന് വന്ന് നേരെ പവിത്രത്തിൽ നിന്ന് ജോയിൻ ചെയ്യായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ 7:30 ഷൂട്ട് തുടങ്ങും. അപ്പോൾ അവിടുന്ന് നമ്മൾ ആ ഷൂട്ട് കഴിഞ്ഞ് എന്തായാലും ട്രിവാൻഡ്രം വിഴിഞ്ഞത്ത് എത്തുമ്പോൾ തന്നെ 7 മണിയാവും. മേക്കപ്പ് നമ്മൾ നേരെ ക്യാമറയുടെ മുമ്പ് ചെല്ലുമ്പോൾ മറ്റേ അമ്പിളിക്കുട്ടൻ്റെ ഒരു ഹാങ് ഓവർ ഇങ്ങനെ കിടക്കും. അത് ശകല സമയം എടുക്കും. കാര്യം രണ്ട് ക്യാരക്ടറാണ്. ഒന്ന് മണ്ടനും ഒന്ന് അതീവ ബുദ്ധിമാനായ ഒരു കള്ളനും. ക്യാരക്ടറിന്റെ അല്ല, നമ്മള് ഓഫ് ക്യാമറ മണ്ടനാണ്, അമ്പിളിക്കുട്ടനാണ്. അവിടുത്തെ കോമഡികളും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൊക്കേഷനിൽ വന്ന് അടിക്കുക, നമ്മളെ ചിരിപ്പിക്കുക, ഇതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ മെയിൻ പരിപാടി. സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നു. ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ഒരു വർഷം ഞാൻ നാടകത്തിലുണ്ടായിരുന്നു. നാടകത്തിൻ്റെ പേര് കള്ളി എന്നാണ്. അത് നമ്മുടെ വിഷ്ണു ഗോപാൽ എന്നാണ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ പേര്, വിഷ്ണു ചേട്ടൻ. പുള്ളിക്കാരനാണ് ഹിറ്റ് ഓൾമോസ്റ്റ് എല്ലാ ചാനലിലെയും ഹിറ്റ് സ്കിറ്റുകളുടെ റൈറ്റർ പുള്ളിക്കാരനാണ്. മഴവിൽ മനോരമ ബമ്പർച്ചിരി. ഇപ്പോൾ അദ്ദേഹം അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സ് ഞാൻ വർക്ക് ചെയ്യുന്ന അതേ പ്രോഗ്രാമിൽ അതിന്റെ റൈറ്ററാണ്. നാടകത്തിലെ ക്യാരക്ടറിന്റെ പേരെന്താ? കള്ളി. ഇതൊക്കെ തന്നെ പേരാണ് ചോദിച്ചത്. നാടകത്തിലെ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? മായ. മമത. തിരുവനന്തപുരം മമത എന്ന ട്രൂപ്പിലായിരുന്നു. പ്രൊഫഷണൽ ട്രൂപ്പിലാണ് ആദ്യമായിട്ട്. അദ്ദേഹത്തിന്റെ ട്രൂപ്പിലാണ് ആദ്യമായിട്ട് പോയത്. അതും ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ചായിരുന്നു അതിൽ. ഞങ്ങൾ തന്നെയായിരുന്നു നായകനും നായിക. അപ്പോൾ ഓക്കെ, വളരെയധികം സന്തോഷം. നമുക്ക് ഒരു കുറച്ചു നേരം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് തന്നതിൽ ഒരുപാട് സന്തോഷം. കാണാം. നമസ്കാരം. ഓക്കെ, താങ്ക് യു.